സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതികൾ തുടരുകയാണ്. വീട് നിർമ്മാണത്തിൽ കൃത്രിമം നടന്നു എന്നാണ് പരാതി. പണി പൂർത്തിയായി 3 മാസമായപ്പോഴേക്കും വിണ്ടുകീറലും ചോർച്ചയും കാരണം ദുരിതത്തിലാണ് നിർധന കുടുംബം. കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന് ആവശ്യമായ സിമന്റും മറ്റും ചേർത്തില്ലെന്നാണ് പരാതി. അതിനാൽ വീട് ഏത് നിമിഷവും തകർന്നു വീണേക്കാമെന്ന ഭീതിയിലാണ് വീട്ടുകാർ. ചുള്ളയിൽ വീട്ടിൽ സൗമിനിയാണ് കളക്ടർക്കും ലൈഫ് മിഷൻ അധികൃതർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും കോടഞ്ചേരി പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ആ വീടില് കൂടുന്നതിന് മുന്നേ തന്നെ പൊളിയും, അത് കഴിഞ്ഞിട്ട് ഈ വർഷകാലം ഇത് ചോർച്ച അനുഭവപ്പെടുന്നതായിട്ട് രീതിയും വന്നു തുടങ്ങി. അതിന് പ്രകാരം ഞങ്ങള് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും രേഖാമൂലം സെക്രട്ടറി അറിയിച്ചില്ല. സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിയിച്ചത്. ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് അവര് ഇതിന്റെ മാനേജ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ തരാമെന്ന് പറഞ്ഞു, അതും കിട്ടിയില്ല. ലൈഫ് മിഷന്റെ ഓഫീസിൽ ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഈ ആജീവനാന്തം വീട്, ഈ ലൈഫിന്റെ വീട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത മെറ്റൽ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ചത്. വാർഡ് മെമ്പറും BLOയും പറഞ്ഞതനുസരിച്ച് വീട് നിർമ്മിക്കാൻ കൂടത്തായി സ്വദേശിയെയാണ് കരാർ ഏൽപ്പിച്ചത്. 2024 മാർച്ച് 24 വീടിന്റെ ചുമർ പ്ലാസ്റ്ററിംഗ് വരെ പൂർത്തിയാക്കി. ഏപ്രിലിൽ വീട്ടിൽ താമസവും തുടങ്ങി. കരാറുകാരന് 3 ലക്ഷം രൂപ BLO മുഖേന ഏൽപ്പിക്കുകയും ചെയ്തു. പ്രായമായ ഭർത്താവും മകളുമൊത്താണ് സൗമിനി വീട്ടിൽ താമസിക്കുന്നത്. മഴക്കാലമായതോടെ ചുമരിലൂടെ വെള്ളമിറങ്ങാനും കുമ്മായം അടർന്നു വീഴുവാനും തുടങ്ങി. സംശയം തോന്നിയ വീട്ടുകാർ കെമിക്കൽ ടെസ്റ്റ് നടത്തിയതിലാണ് പ്ലാസ്റ്ററിംഗിൽ കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയത്. കൃത്യമായ അളവിൽ സിമന്റ് ചേർക്കാതെയായിരുന്നു നിർമ്മാണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതി. ചോർച്ച ഒഴിവാക്കാൻ വീണ്ടും 15,000 രൂപ മുടക്കിയാണ് കൊച്ചു വീടിനുള്ളിൽ കുടുംബം കഴിയുന്നത്. ജനം, കോഴിക്കോട്.